അല്ല, അത് എനിക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ ആ പരാതി ഞാൻ IG-ക്ക് നൽകിയതാണ്. IG സൈബർ സെല്ലിന് നൽകിയതാണ്. അവർ അതിന് നിയമപരമായ നടപടികൾ എടുക്കും. ഇന്നിപ്പോൾ നിർണായകമായ 2 സംഭവങ്ങളിലാണ് കേരള പോലീസ് ഇടപെടുന്നത്. രാവിലെ അർജുന എങ്കിയെ സാഹസികമായി പിടികൂടുന്നു. പിന്നെ മറ്റൊരു വിഷയമായ TJയുടെ വിഷയത്തിൽ കൃത്യമായ നടപടി വരുന്നു. തീർച്ചയായിട്ടും പോലീസിൻ്റെതായ ജോലി ചെയ്യും. പോലീസിനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ആ രീതിയിൽ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ പറയുന്ന പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാനൊന്നും പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം നിയമത്തിൻ്റെ രീതിയിലേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം ഇതെല്ലാം കോടതിയുടെ നിരീക്ഷണത്തിനും സ്കൂട്ടണിക്കും വിധേയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയമവശങ്ങൾ പരിശോധിക്കണം. അയാളുടെ കുറ്റകൃത്യങ്ങളെപ്പറ്റി പരിശോധിക്കണം. ആ വ്യവസ്ഥാപിതമായ നടപടികളിലൂടെ മാത്രമേ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയൂ. ചില ആളുകൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും നാൾ ചോദിച്ചില്ല. അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ഇതിന് ചില വ്യവസ്ഥാപിതമായ നടപടി പോലീസിനില്ലേ? അപ്പോൾ അത് പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീട് കോടതി വരുമ്പോൾ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പെറ്റീഷൻ കിട്ടിയ അപ്പോൾ തന്നെ ഞാൻ ആ പെറ്റീഷൻ IG സൈബറിന് കൊടുത്തു. അവർ FIR ഇട്ടു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തു. അത് അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ തന്നെ ശ്രീ മോഹൻദാസിൻ്റെ കാര്യത്തിലുള്ള നടപടി തുടരും. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ല. ഒരു സംശയവും വേണ്ട. നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്, ജീവന സ്വത്തിന് സുരക്ഷിതത്വമാണ്. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ചില ആളുകളുണ്ട്. അവർ മര്യാദയ്ക്കിരിക്കണം. അങ്ങനെ ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും കരുതണ്ട. നാട്ടിൽ നിയമമുണ്ട്. നിയമത്തിനനുസരിച്ച് വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെയാണ്. അതുകൊണ്ട് ഗുണ്ടകളെ ഉപയോഗിക്കുകയും റിയൽ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഗുണ്ടകളെ ഒന്നും ഒരു കാരണവശാലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ശക്തമായ നടപടി അക്കാര്യത്തിലുണ്ടാകും. അല്ല, ഒരു പോലീസും അതിക്രമമൊന്നും കാണിച്ചില്ല. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നതേ ഉള്ളൂ. ചെയ്തില്ലേ നിങ്ങൾ പറയാൻ പരിശോധിച്ചില്ലെന്ന് പറയും. ചെയ്താൽ പറയും അതിക്രമമാണെന്ന് പറയും. അത് വേണ്ട. പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുക്കണ്ടേ? ഇല്ല, അവർക്കെങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് നിരപരാധികളായ ആരെയും പോലീസ് ഉപദ്രവിക്കില്ല. പക്ഷെ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലീസിനെ വെല്ലുവിളിച്ചങ്ങ് രക്ഷപ്പെട്ട് കളയാം. അധികം സ്മാർട്ടാവുന്നുണ്ട്. ആ പരിഗണന വേണ്ട. അധികം അങ്ങനെ സ്മാർട്ടായാലും എത്തത്തില്ല. ഓവർ സ്മാർട്ട്നെസ് വേണ്ട. അതാണല്ലോ ഇപ്പോൾ തെളിഞ്ഞത്. അതുകൊണ്ട് കുറ്റവാളികളെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും.